ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഈദ് മുബാറക്. കാരണം നമുക്ക് ഇന്നാണ് ഈദ് ഇവിടെ. അപ്പോൾ ഈദിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ക്വിക്കായിട്ടുള്ള എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു ചെറിയൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ആദ്യം. അപ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് ഫേസ് ഒന്നും കൂടി ക്ലെൻസ് ചെയ്തു. എന്നിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ടോണർ. അപ്പോൾ ടോണർ അതൊന്ന് മറ്റേ ഉണങ്ങുന്നത് വരെ ജസ്റ്റ് റബ്ബ് ചെയ്യും. ഓക്കെ, മിറർ ഈ സൈഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് മിററിൽ നോക്കിയാലൊരു തൃപ്തിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് സീറം 4 സ്പോട്ടിലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം 4 സ്പോട്ടിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് അബ്സോർബ് ആവുന്നത് വരെ നമുക്ക് വരും. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒന്നും ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം മൊത്തം സ്കിൻ കെയർ വീഡിയോ കാണിച്ചു തരാം, എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഇത്രയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല പൊതുവെ. എപ്പോഴും ഹരിപരിയായിട്ടല്ലേ ഒരുങ്ങിന് എവിടെയെങ്കിലും പോകാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസറാണ്, ഫേസ് മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ കുറച്ച് എടുക്കുന്നുള്ളൂ. ഈ ഒരു സ്പോട്ടിലേക്ക് എടുത്തിട്ട് വീണ്ടും ഓക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അറ്റ്ലീസ്റ്റ് അബ്സോർബ് ആവുന്നത് വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് അബ്സോർബ് ആയി. എനിക്കിപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ വേറെ ഒന്നും എക്സ്ട്രാസ് ഒന്നും ചെയ്യാറില്ല. ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്സ് എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും എന്താ ടോണർ, പിന്നെ അതേപോലെ ടോണർ, സീറം, മോയ്സ്ചറൈസർ. ഇത് മൂന്നും ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട്. മോയ്സ്ചറൈസർ കൂടി കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൺക്രീമാണ്. സൺക്രീം പിന്നെ രാവിലെ മസ്റ്റാണ് കേട്ടോ. ഇത് ആക്നി യുവിയുടെ ആണ് സൺക്രീം. ഒരു മാറ്റ് ഫിനിഷും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇടുന്നത് കൊണ്ട് വേറെ മേക്കപ്പ്, ഒരു ഹെവി മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ബേസ്, സ്കിൻ കെയറിൻ്റെ ബേസ് എപ്പോഴും ചെയ്യുന്നത്. ഇത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോൾ കുറേ ആയിട്ട്, ഇപ്പോൾ ഒരു 2 months ആയിട്ട് റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിന് നല്ല വിസിബിൾ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് വേറെ മേക്കപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാനൊരു മേക്കപ്പ് ഇടുന്ന ഒരു പേഴ്സൺ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ പെട്ടെന്ന് ക്ലോഗ്ഡ് ആവും, പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്കിൻ ഇത് മറ്റേ ക്രീം, ഡേ ക്രീം അല്ലെങ്കിൽ നൈറ്റ് ക്രീം, നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ക്രീം, സോ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
സോ ഇത്രയും ഇതിൽ കിട്ടും നമ്മുടെ സ്കിന്നിലേക്കുള്ളത്. ഇത്രയുള്ളൂ. നമുക്ക് ഇതില് ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരിത്തിരി ഓയിലി കോട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ഒന്ന് ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. സോ ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല ഫിനിഷിങ് കിട്ടാറുണ്ട് ഞാൻ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന മേക്കപ്പ്. ഞാൻ ആകെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു ലിപ് ബാം ആണ്, ടിൻറ്റ് ലിപ് ബാം ആണ്. ഓക്കെ, ഇനി ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇത് കിറോൻ്റെ ഒരു 7 വിൻറ്റേജ് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കുറച്ച് ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് കൊടുക്കുന്നത് ഇതിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഒരു കളർ ബാറിൻ്റെ ഒരു ഐ ഷെയ്ഡ്. ഇത് എനിക്ക് ക്യാമറ നോക്കിയിടാൻ പറ്റില്ല. അപ്പം ഞാൻ മിറർ നോക്കിയിടട്ടെ. തിക്കൻ ചെയ്യുന്നു. ഇത് ഭയങ്കര നാച്ചുറൽ ഒരു ലുക്ക് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഐബ്രോസ് കട്ടിയില്ലാത്തവർക്കൊക്കെ അടിപൊളി. ഓക്കെ, ഐലൈനർ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. ഇനി ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഒന്നും സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ ഈദ് ലുക്ക്, ഫൈനൽ റിസൾട്ട്. അപ്പൊ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കളറൊക്കെ ഡിമ്മായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പൊ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ഈദ് വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.